ഇന്ന് കുക്കറിലാണ് ചിക്കൻ കറി വെക്കാൻ പോകുന്നത്. ഞാൻ ഗ്യാസിൽ കുക്കർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടില്ല. കുക്കറി വെക്കുന്നതുകൊണ്ട് കുറച്ച് എണ്ണ കുറവ് മതി, അതുകൊണ്ടാണ് കുക്കറി വെക്കുന്നത്. ഇവിടെ 4 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, 1 തക്കാളി എടുത്തിട്ടുണ്ട്. 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകും ഇനി ഇട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഒരു പകുതി ശകലം ഒന്ന് ഇത് മസാല വേവായാൽ മതി കേട്ടോ. കൂടുതൽ വേവാകേണ്ട കാര്യമില്ല. കുക്കറിൽ വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടിച്ചു വെച്ചത് അത് ഇട്ടിട്ടുണ്ട്. മസാല എടുത്തേക്കുന്നത് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്ന് പറഞ്ഞാൽ ഇറച്ചി മസാല, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഞാൻ മസാല എല്ലാം ഇവിടെ ഉള്ളിക്കകത്തിട്ട് ഇളക്കിയിട്ടുണ്ട്. ഞാൻ ഉള്ളി 1 മിനിറ്റേ വേവിച്ചിട്ടുള്ളൂ. 1 മിനിറ്റ് ഒന്ന് മസാല ഒന്ന് ഇത് പിടിക്കാൻ വേണ്ടി 1 മിനിറ്റേ വേവിച്ചിട്ടുള്ളൂ. ഓക്കെ, എന്നിട്ട് മസാല ഇട്ടിട്ടുണ്ട്. മസാലയൊക്കെ നല്ലോണം ഇളക്കിയിട്ട് എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇടണം. ചിക്കനൊക്കെ ഇട്ട് ഞാനൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിക്കണം. ശകലം വെള്ളമേ ഒഴിക്കാവൂ, ഒരുപാട് കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. ചിക്കനകത്ത് വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കുക്കറി വെക്കുന്നതുകൊണ്ട് പെട്ടെന്നത് വെള്ളം പുറത്ത് വരും. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളമേ ഒഴിക്കാവൂ. ഒരു 2 വിസിലടിച്ച് കഴിയുമ്പം ഇറക്കി വെക്കും. എന്നിട്ടൊരു അരമണിക്കൂറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിക്കൻ നല്ല വെന്ത് നല്ല ഓക്കെ ആവും. എന്നാൽ ഇനി കുക്കർ അടച്ചു വെക്കണം. കുക്കർ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി 2 വിസിലടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇറക്കി വെക്കണം. ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നല്ല ടേസ്റ്റാണ്. നമ്മുടെ സാധാരണ വീട്ടിലുള്ള കോഴി ഉണ്ടല്ലോ, അതുപോലെ കറി വെക്കുന്ന പോലെ ടേസ്റ്റാണ്. മറ്റേ ബോയിലർ ചിക്കൻ്റെ ടേസ്റ്റ് ഇല്ല, നല്ല ടേസ്റ്റാണ്. ഇത് വെച്ച് നോക്കൂ.